So dear students, welcome to CE 303 Structural Analysis 2 class. So next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സപ്പോർട്ട് അറ്റ് ഡിഫറെന്റ് ലെവൽ, അതായത് സെറ്റിൽമെന്റ് ഓഫ് സപ്പോർട്ട് ഉള്ള ഒരു കണ്ടിന്യൂസ് ബീമിന്റെ അനാലിസിസ് ആണ്. So this is our question. Analyze the continuous beam shown in figure using three moment equation. If support C sinks by 5 mm, given E is equal to 15 kN per mm square and I is equal to 5 into 10 raised to 9 mm raised to 4. So there is a continuous beam ABCD, AB, BC and CD. മൂന്ന് continuous spans ഉണ്ട്. Okay. So മൂന്ന് സ്പാൻസിലും കോൺസെൻട്രേറ്റഡ് ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് സപ്പോർട്ട് സി സിങ്സ് ബൈ 5 mm. സപ്പോർട്ട് സി 5 mm സെറ്റിൽമെന്റ് ഉണ്ട്. അപ്പോൾ സെറ്റിൽമെന്റ് വരുമ്പോൾ നമുക്ക് ത്രീ മൊമെന്റ് ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലത്തിലൂടെ നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ നമുക്കറിയാം 4 സപ്പോർട്ട്സ് ഉണ്ട്. 4 സപ്പോർട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 സെറ്റ് ത്രീ മൊമെന്റ് ഇക്വേഷൻ ഉണ്ടാവും. ഒറ്റ ത്രീ മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാതെ കിട്ടില്ല. കാരണം നമുക്കറിയാം ത്രീ മൊമെന്റ് ഇക്വേഷൻ നമുക്ക് 2 സ്പാനിനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഫസ്റ്റ് എ ബി ബി സിയിൽ ത്രീ മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ദെൻ ബി സി ആൻഡ് സി ഡിയിൽ ത്രീ മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. സോ അങ്ങനെ 2 സെറ്റ് ത്രീ മൊമെന്റ് ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഇവിടെ ഫസ്റ്റ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുക. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻ ഹിയർ 2 + 1 + 1 + 1 ദാറ്റ് ഈസ് 5 minus number of equations of equilibrium 3, so 2. So degree of static indeterminacy ഈ ഒരു കേസിൽ 2 ആണ്. അതുപോലെ തന്നെ എന്റെ സപ്പോർട്ട് ഹിഞ്ചിലാണെങ്കിൽ അവിടുത്തെ മൊമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. സോ എം എയുടെ വാല്യൂ 0 ആയിരിക്കും. ഇവിടെ റോളർ സപ്പോർട്ടാണ് ഡി എന്ന് പറഞ്ഞ സപ്പോർട്ട്. സോ ഇവിടെയും മൊമെന്റ് 0 ആയിരിക്കും. സോ നമ്മുടെ ഇന്റർമീഡിയറ്റ് മൊമെന്റ്സ് ആയിട്ടുള്ള എം ബിയും എം സിയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. സോ in this problem, the value of MA is equal to 0 and MD is equal to 0. Okay. ഇനി നമുക്ക് ക്യാപിറ്റൽ എയുടെയും സ്മോൾ എയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. സ്പാൻ എ ബി. സോ സ്പാൻ എ ബിനകത്ത് നമുക്കറിയാം ഒരു കോൺസെൻട്രേറ്റഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 മീറ്റർ ദാറ്റ് ഈസ് എ ബി ഡിസ്റ്റൻസിലാണ് കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും. ആൻഡ് ദ മാക്സിമം വാല്യൂ വിൽ ബി അണ്ടർ ദ ലോഡ് ആൻഡ് ദ വാല്യൂ ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഈസ് WAB/L. സോ മാക്സിമം ഓർഡിനേറ്റ് ഓഫ് ബെൻഡിങ് മൊമെന്റ് അണ്ടർ ലോഡ് is equal to WAB/L. So W here 30 into A 4 meter, B 2 meter and the total length of the span is 6 meter. So we get 40 kilonewton meter. Then length of the span L1 is 6 meter and I1 moment of inertia is given as 2I. Okay. Then next capital A. Capital A is the area of the bending moment diagram. Here the area of the bending moment diagram will be half BH, that is half into B6H40. So we get 120. The next is small a. So here small a, that is the centroid of the bending moment diagram. So this in span AB there is an eccentric load is acting. So we know that the equation for small a, that is the centroid of the bending moment diagram, will be L plus A/3. This is the centroid. So we need to find the centroid from the centroidal distance from the left support, that is from the support A. So this is our A1. So ഇതാണ് നമ്മുടെ സെൻട്രോയിഡ്. സെൻട്രോയിഡിലേക്ക് ഉള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്മോൾ എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ എ ബി എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് സ്പാൻ ആണ്. നമ്മൾ ഫസ്റ്റ് ത്രീ മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് എ ബിക്കും ബി സിക്കും ആണ്. എ ബി സി എന്ന് പറഞ്ഞ സ്പാനിൽ നമ്മൾ ത്രീ മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സെൻട്രൽ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യേണ്ടത് ലെഫ്റ്റ് സപ്പോർട്ടായ എയിൽ നിന്നാണ്. സോ നമുക്ക് ഇവിടെ നിന്നാണ് ലെഫ്റ്റ് സപ്പോർട്ടായിട്ടുള്ള ഇവിടെ എയിൽ നിന്ന്, ദാറ്റ് ഈസ് ഇവിടെ നിന്നാണ് നമുക്ക് സെൻട്രൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത്. സോ ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്നാകുമ്പോൾ L plus A/3.
ഇവിടെ എയുടെ വാല്യൂ എത്രയാ? ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് എ ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എ ആൻഡ് ദ വാല്യൂ ഈസ് 4 മീറ്റർ. സോ ലെങ്ത് ഓഫ് ദ സ്പാൻ 6 പ്ലസ് എയുടെ വാല്യൂ 4, ദാറ്റ് ഈസ് 6 പ്ലസ് 4/3 വിച്ച് ഈസ് ഈക്വൽ ടു 10/3. സോ നെക്സ്റ്റ് നമുക്ക് സ്പാൻ ബി സി എടുക്കാം. സോ നെക്സ്റ്റ് കൺസിഡർ സ്പാൻ ബി സി. സോ സ്പാൻ ബി സിനകത്ത് കോൺസെൻട്രേറ്റർ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നത് സെൻട്രൽ ആണ്. സോ ദിസ് ഈസ് അവർ സ്പാൻ ബി സി ആൻഡ് 60 kilonewton ഈസ് ആക്ടിംഗ് അറ്റ് ദ സെന്റർ ഓഫ് ദ സ്പാൻ. Total length of the span is 6 meter. So we know that the bending moment diagram will be a triangle and the maximum value of the bending moment diagram will be WL/4. So here the length of the span L2 is 6 meter and the moment of inertia I2 is 2I and the maximum bending moment, that is maximum ordinate of bending moment diagram at the center. സെൻട്രലിലാണ് കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം മാക്സിമം സെൻട്രലിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ വാല്യൂ WL/4, ദാറ്റ് ഈസ് 60 into 6/4. Here the maximum ordinate, that is WL/4, 60 into 6/4 is 90 kilonewton meter. So here the value of H is 90. So half BH, that is half into 6 into 90. That is 270. And here A2 is the center of the bending moment diagram, and since the load is acting at the center of the span, A2, the central distance will be at the middle of the span, that is L2/2. 6/2 is equal to 3 meter. Next consider span CD. In span CD there is a concentrator load is acting at the center of the span. 40 kilonewton concentrator load is acting. Here also the bending moment diagram will be a triangle and the maximum ordinate will be under the load, that is at the center, and the maximum value is WL/4. So length of the span L3 is equal to 3 meter and the moment of inertia I3 is I, and here maximum ordinate of bending moment diagram at the center is equal to WL/4, that is 40 into 3/4, that is 30 kilonewton meter. And the area of the bending moment diagram, that is A3 is equal to half BH, that is half into 3 into 30. That is 45. And small a3, that is the centroid of the bending moment diagram. Since the load is acting at the center of the span, the central distance will be L3/2, that is 3/2, 1.5 meter. So എല്ലാ സ്പാനും നമ്മൾ സെപ്പറേറ്റ് കൺസിഡർ ചെയ്തു. സെപ്പറേറ്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് കൺസിഡർ ചെയ്തിട്ട് എല്ലാത്തിന്റെയും ക്യാപിറ്റൽ എയും സ്മോൾ എയും കണ്ടുപിടിച്ചു. ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം, സ്മോൾ എ എന്ന് പറഞ്ഞാൽ ആ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സെന്ററോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്, സപ്പോർട്ടിൽ നിന്ന് സെന്ററോയിലേക്കുള്ള ഡിസ്റ്റൻസുമാണ്. സോ എല്ലാ സ്പാനും കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ക്യാപിറ്റൽ എയും സ്മോൾ എയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സോ നമ്മൾ പറഞ്ഞു ഇവിടെ 3 സ്പാൻ ഉണ്ട്. സോ 3 സ്പാൻ ഉള്ളതുകൊണ്ട് നമുക്ക് 2 സ്പാനിനകത്ത് 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഫസ്റ്റ് 2 സ്പാൻ കൺസിഡർ ചെയ്തിട്ട് 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. അങ്ങനെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അൺനോൺസിന്റെ ടേംസിൽ ഒരു ഇക്വേഷൻ കിട്ടും. ദെൻ നമ്മൾ വീണ്ടും നെക്സ്റ്റ് 2 സ്പാനും കൺസിഡർ ചെയ്തിട്ട് 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. സോ നമുക്ക് അനദർ ഇക്വേഷൻ കിട്ടും ഇൻ ടേംസ് ഓഫ് ദ അൺനോൺസ്. സോ ആ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അൺനോൺ വാല്യൂസ് ആയിട്ടുള്ള മൊമെന്റ്സ് കിട്ടും. ഓക്കെ, സോ നമുക്കിനി 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സോ അപ്ലൈ 3 മൊമെന്റ് ഇക്വേഷൻ. For span AB and BC. സോ നമ്മൾ ഫസ്റ്റ് സ്പാൻ ABC കൺസിഡർ ചെയ്തു. അതിനകത്ത് 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് നമുക്ക് ഇക്വേഷൻ എഴുതാം. MA into L1/I1 plus
2 MB into L1 by I1 plus L2 by I2 plus MC into L2 by I2 is equal to minus 6 A1 A1 by I1 L1 minus 6 A2 A2 by I2 L2 plus 6 E HA by L1 plus 6 E HC by L2. മുമ്പത്തെ പ്രോബ്ലം ഇതുവരെ ചെയ്ത 4 പ്രോബ്ലത്തിനകത്തും സെറ്റിൽമെന്റ് ഓഫ് ദ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അത് കാരണം HAക്കും HQCക്കും വാല്യൂ ഉണ്ടായിരുന്നില്ല. HAS 0 ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ 2 ടേമും ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് സെറ്റിൽമെന്റ് ഓഫ് ദ സപ്പോർട്ട് ഉണ്ട്. സോ HAക്കും HCക്കും വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യണം. സോ ഇവിടെ ബാക്കി ടേംസ് എല്ലാം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി HAയും HCയുടെ വാല്യൂ എന്താന്ന് നോക്കാം. സോ ഇവിടെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ദ സപ്പോർട്ട് C സിങ്സ് ബൈ 5 mm. C എന്ന് പറഞ്ഞ സപ്പോർട്ട് 5 mm സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ C എന്ന് പറഞ്ഞ സപ്പോർട്ടാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. എ ബിയും ബി സിയും ആണ്. സോ ഇതാണ് എ, ഇത് ബി ആൻഡ് ദിസ് ഇസ് സി. സോ ഇവിടെ C എന്ന് പറഞ്ഞ സപ്പോർട്ടാണ് 5 mm സെറ്റിൽ ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ C എന്ന് പറഞ്ഞ സപ്പോർട്ട് ഇവിടെയാണുള്ളത്. ഓക്കെ, എയും ബിയും സെയിം ലെവലാണ്. ബട്ട് സി എന്ന് പറഞ്ഞ സപ്പോർട്ട് 5 mm സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എ ബി സി എന്ന് പറഞ്ഞ സ്പാൻ കൺസിഡർ ചെയ്യുമ്പോൾ എച്ച് എന്ന് പറഞ്ഞാല് നമ്മുടെ സെൻട്രൽ സപ്പോർട്ടിനെ വെച്ചിട്ടാണ് നമ്മൾ എച്ചിന്റെ വാല്യൂ എടുക്കുക. സോ സെൻട്രൽ സപ്പോർട്ട് ബി ആണ്. ബിയിൽ നിന്ന് ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് സെൻട്രൽ സപ്പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുക. സെൻട്രൽ സപ്പോർട്ടിൽ നിന്ന് മറ്റ് 2 സപ്പോർട്ടും എൻഡ് സപ്പോർട്ടുകൾ എത്ര ഡിഫറൻസ് മാറിയിട്ടാണുള്ളത്, എത്ര ഹൈറ്റ് ഡിഫറൻസ് മാറിയിട്ടുണ്ട്, എത്ര ലെവൽ ഡിഫറൻസ് മാറിയിട്ടുണ്ട്, അതാണ് നമ്മുടെ എച്ചിന്റെ വാല്യൂ. HA is the relative position of the support A with respect to support B. അതാണ് നമ്മുടെ HAയുടെ വാല്യൂ. HC എന്ന് പറഞ്ഞാലും the relative position of the support C with respect to support B. സെൻട്രൽ സപ്പോർട്ടിനെ റെസ്പെക്ട് ആയിട്ടാണ് നമ്മൾ വാല്യൂ എടുക്കുക. സോ ഇവിടെ നമ്മൾ എയുടെ സപ്പോർട്ട് ഇതാണ് നമ്മുടെ എ, ഇത് ബി ആണ്. സോ ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നിന്ന് എത്ര ഡിഫറൻസ് മാറിയിട്ടാണ്, എത്ര ഹൈറ്റ് ഡിഫറൻസ് മാറിയിട്ടാണ് നമ്മുടെ എ ഉള്ളത് എന്ന് നോക്കാം. സോ ഇവിടെ എയും ബിയും സെയിം ലെവലിലാണ്. സോ വാല്യൂ ഓഫ് HA is equal to 0 ആയിരിക്കും. HAയുടെ വാല്യൂ എയും ബിയും സെയിം ലെവലാണ്. ഹൈറ്റ് ഡിഫറൻസ് ഒന്നുമില്ല, സെറ്റിൽമെന്റ് ഒന്നുമില്ല. ബി എന്ന് പറഞ്ഞ സപ്പോർട്ടും എ എന്ന് പറഞ്ഞ സപ്പോർട്ടും സെയിം ലെവലിലായതുകൊണ്ട് HAയുടെ വാല്യൂ 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് സി എന്ന് പറഞ്ഞ സപ്പോർട്ട് എടുത്തു. അപ്പൊ സി എന്ന് പറഞ്ഞ സപ്പോർട്ട് ബി എന്ന് പറഞ്ഞ സപ്പോർട്ടും കമ്പയർ ചെയ്യാം. സോ സി എന്ന് പറഞ്ഞ സപ്പോർട്ട് താഴെയാണ്, ബിയുടെ താഴെയാണ്. ബിനെ വെച്ചിട്ടാണ് നമ്മൾ റെഫറൻസ് പറയാ. സെൻട്രൽ സപ്പോർട്ട് ഏതാണോ അതിനെ വെച്ചിട്ടാണ് നമ്മൾ റെഫറൻസ് എടുക്കേണ്ടത്. സോ ഇവിടെ സെൻട്രൽ സപ്പോർട്ട് എ ബി സി എന്ന് പറഞ്ഞ സ്പാനിൽ നമ്മൾ 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ബി ആണ് നമ്മുടെ സെൻട്രൽ സപ്പോർട്ട്. സോ ബി സപ്പോർട്ടിന്റെ താഴെയാണ് സി എന്ന് പറഞ്ഞ സപ്പോർട്ട്. ബി സപ്പോർട്ടിൽ നിന്ന് 5 mm ബിലോ ആണ് സി എന്ന് പറഞ്ഞ സപ്പോർട്ട്. സോ എച്ച് സിയുടെ വാല്യൂ, എച്ച് സി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ സപ്പോർട്ട് സി വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പൊ ബിയിൽ നിന്ന് സി എന്ന് പറഞ്ഞ സപ്പോർട്ട് 5 mm താഴെയാണ്. So the value will be minus 5 mm. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് എടുക്കുന്നത് ഇങ്ങനെയാണ്. സെൻട്രലിലെ സപ്പോർട്ടിന്റെ താഴെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന സപ്പോർട്ട് സെൻട്രൽ സപ്പോർട്ടിന്റെ താഴെയാണെങ്കിൽ നെഗറ്റീവ് സൈൻ വരും. ഇപ്പോ ഇൻ കേസ് സെൻട്രൽ സപ്പോർട്ടിന്റെ മുകളിലാണ് നമ്മുടെ എൻഡ് സപ്പോർട്ട്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സപ്പോർട്ട് സെൻട്രൽ സപ്പോർട്ടിന്റെ മുകളിലാണെങ്കിൽ വാല്യൂ പ്ലസ് വരും. ഓക്കെ, പോസിറ്റീവ് സൈൻ വരും. സോ ഇവിടെ സി എന്ന് പറഞ്ഞ സപ്പോർട്ട് ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിന്റെ താഴെയാണ്. ദാറ്റ് ഈസ് എൻഡ് സപ്പോർട്ട് സെൻട്രൽ സപ്പോർട്ടിന്റെ താഴെയാണ്. താഴെ ആയതുകൊണ്ട് എച്ച് സിയുടെ വാല്യൂ -5 mm. ഓക്കെ, അപ്പൊ HAയുടെ വാല്യൂം HCയുടെ വാല്യൂം കിട്ടി. ബാക്കി എല്ലാ വാല്യൂസും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇയുടെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. യുടെ വാല്യൂ 15 kN/mm² ആണ് ക്വസ്റ്റിൽ തന്നിട്ടുള്ളത്. സോ mm നമുക്ക് ഇവിടെ എല്ലാം മീറ്ററിലാണ്. അപ്പൊ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓൾറെഡി നമ്മുടെ ലോഡ് കിലോന്യൂട്ടണിലാണ്, ഇവിടെയും കിലോന്യൂട്ടണിലായതുകൊണ്ട് അത് കൺവേർട്ട് ചെയ്യേണ്ട. ഇൻ കേസ് ഇവിടെ ന്യൂട്ടൺ ആണെങ്കിൽ നമ്മൾ കിലോന്യൂട്ടണിലേക്ക് മാറ്റേണ്ടി. സോ നമ്മൾ mm² കൺവേർട്ട് ചെയ്യുക, മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ 15 × 10⁶ kN/m² വരും. നെക്സ്റ്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ. മൊമെന്റ് ഓഫ് ഇനേഷ്യ തന്നിട്ടുള്ള 5 × 10⁹ mm⁴ ആണ്. ഇവിടെ mmലാണ്. സോ അത് നമ്മൾ മീറ്ററിലേക്ക്
that is 5 into 10 raised to minus 9 into 10 raised to 10 so 5 into 10 raised to 9 into 10 raised to minus 12 വരും. That is 5 into 10 raised to minus 3 meter raised to 4. So നമ്മൾ ഇയുടെ വാല്യൂനെയും ഐയുടെ വാല്യൂനെയും നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, സോ നമുക്കിനി ത്രീ മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം ഇവിടെ ഓരോ ടേമിലും. സോ എം എയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു ഹിഞ്ചഡ് സപ്പോർട്ടാണ്. എന്റെ സപ്പോർട്ട് ഹിഞ്ചഡ് ആയതുകൊണ്ട് എം എയുടെ വാല്യൂ 0 ആണ്. സോ ബാക്കി ടേംസ് കൊടുക്കാം. സോ ഫസ്റ്റ് ടേം 0 പ്ലസ് 2 എം ബി ഇൻറ്റു എം ബി നമ്മുടെ അൺനോൺ ആണ്. L1ന്റെ വാല്യൂ 6/I1 2I പ്ലസ് 6 L2 6 ആണ്. I2 2I പ്ലസ് എം സി ഇൻറ്റു 6/2I is equal to minus 6 into 120 into 10/3 by 6 into 2I. Again minus 6 into second term minus 6 A2 that is minus 6 into 270 into 3 by 6 into 2I plus 6E into HA. HAയുടെ വാല്യൂ 0 ആണ്. സോ 6 ഇൻറ്റു ഇ 15 ഇൻറ്റു 10 raised to 6 ഇൻറ്റു HAയുടെ വാല്യൂ 0 ബൈ L1 6 പ്ലസ് 6 ഇൻറ്റു ഇ ഇൻറ്റു HC മൈനസ് 5 ഇൻറ്റു 10 raised to minus 3. HC എന്താ മൈനസ് 5 ആണ്. അതിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റണം. സോ മൈനസ് 5 ഇൻറ്റു 10 raised to minus 3 ഡിവൈഡഡ് ബൈ L2 6. സോ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 6/2 6/2 ദാറ്റ് ഈസ് 3 plus 3 6 12 MB by I plus 3 MC by I is equal to minus 200 by I minus 405 by I plus 0 plus ഇവിടെ മൈനസ് ഉണ്ട്. സോ മൈനസ് 75,000 ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 75,000 കിട്ടും. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ടേംസിലും ഐ ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 ടേംസിലും ഐ ഉണ്ട്, ബട്ട് ഇവിടെ ഐ ഇല്ല. സോ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഐന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഐ ക്യാൻസൽ ആയി പോകും. ഇൻറ്റു ഐ വരുമ്പോൾ ഡിനോമിനേറ്ററിൽ ഐയും ന്യൂമറേറ്ററിൽ ഐയും ക്യാൻസൽ ആവും. ഇവിടെ അതുപോലെ തന്നെ ക്യാൻസൽ ആവും, ഇവിടെയും ക്യാൻസൽ ആവും, ഇവിടെയും ക്യാൻസൽ ആവും. ബട്ട് ഇവിടെ ഐന്റെ ടേം ഇല്ലാത്തതുകൊണ്ട് ഇൻറ്റു ഐ എന്നുള്ള ഒരു ടേം വരും. സോ നമുക്ക് മൾട്ടിപ്ലൈ ഓൾ ടേംസ് ബൈ ഐ. സോ വി ഗെറ്റ് 12 MB plus 3 MC is equal to minus 200 minus 405 minus 75,000 I. So I value substitute ചെയ്യാം. minus 200 and minus 405 minus 605 minus 75,000 into 5 into 10 raised to minus 3. So we get minus 605 minus 375. Calculate ചെയ്യുമ്പോൾ we get 12 MB plus 3 MC is equal to minus 980. That is, this is our first equation. So നമുക്ക് next equation നോക്കാം. So apply 3 moment equation for the span. Apply 3 moment equation for span BC and CD. So for 3 moment equation MB into L2 by I2 plus 2MC into L2 by I2 plus L3 by I3 plus MD into L3 by I3 is equal to minus 6 A2 A2 by I2 L2 minus 6 A3 A3 by I3 L3 plus 6E HB by L2 plus 6E HD by L3. സോ ഇവിടെ നമ്മുടെ ബി സി ആൻഡ് സി ഡി, അതായത് നമ്മൾ ബി സി ഡി എന്ന് പറഞ്ഞ മെമ്പറിലാണ്, ബി സി ഡി എന്നുള്ള സ്പാനിലാണ് 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ലെഫ്റ്റ് സപ്പോർട്ട് ബിയും റൈറ്റ് സപ്പോർട്ട് ഡിയും ആണ്, സെൻട്രൽ സപ്പോർട്ടാണ് സി. സോ നമ്മുടെ HA HCക്ക്
പകരം ഇവിടെ എച്ച് ബിയും എച്ച് ഡി വരും. റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ എൻഡ് സപ്പോർട്ട് വിത്ത് റെസ്പെക്ട് ടു ദ മിഡിൽ സപ്പോർട്ട്. അതാണ് എച്ച് ബിയും എച്ച് ഡിയും. സോ എച്ച് ബിയും എച്ച് ഡി ആണ് നമ്മുടെ എൻഡ് സപ്പോർട്ട്. സോ ഇവിടെ എച്ച് ബി ആൻഡ് എച്ച് ഡി എന്നുള്ള ടേം ആണ് വരുന്നത്. നമുക്ക് ഓരോ ടേംസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എം ബി ഇൻറ്റു എൽ ടു 6/2i പ്ലസ് 2mc ഇൻറ്റു 6/2i പ്ലസ് 3/i പ്ലസ് എം ഡി നമ്മുടെ റോളർ സപ്പോർട്ടാണ്. സോ എം ഡിയുടെ വാല്യൂ 0 ആണ്. പ്ലസ് 0 ഈസ് ഈക്വൽ ടു -6 ഇൻറ്റു 270 ഇൻറ്റു 3/2i ഇൻറ്റു 6 മൈനസ് 6 ഇൻറ്റു 45 ഇൻറ്റു 1.5/3i പ്ലസ് എച്ച് ബി എച്ച് ഡിയുടെ വാല്യൂ നോക്കാം. സോ ഇവിടെ നമ്മൾ പറഞ്ഞ സപ്പോർട്ട് സി എന്ന് പറഞ്ഞ സപ്പോർട്ടാണ് സെറ്റിൽ ചെയ്യുന്നത്. നമുക്കുള്ളത് ബി സി ഡി ആണ്. ഓക്കെ, സോ ബി സി ഡി സപ്പോർട്ടിൽ നമുക്കറിയാം സി എന്ന് പറഞ്ഞ സപ്പോർട്ടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ സപ്പോർട്ട്. സി എന്ന് പറഞ്ഞ സപ്പോർട്ട് 5 mm സെറ്റിൽ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ എച്ച് ബി ആണ്. എച്ച് ബി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ സപ്പോർട്ട് ബി വിത്ത് റെസ്പെക്ട് ടു ദ സെൻട്രൽ സപ്പോർട്ട് സി. അതായത് സെൻട്രൽ സപ്പോർട്ട് ആയിട്ടുള്ള സിയിൽ നിന്ന് എത്ര ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് ബി എന്ന് പറഞ്ഞ ടേം, ബി എന്ന് പറഞ്ഞ സപ്പോർട്ട്. സോ ഇവിടെ സി എന്ന് പറഞ്ഞ സപ്പോർട്ടിന്റെ മുകളിലാണ് ബി എന്ന് പറഞ്ഞ സപ്പോർട്ട്. സെൻട്രൽ സപ്പോർട്ട് ആയുള്ള സി സപ്പോർട്ടിന്റെ മുകളിലാണ് ബി സപ്പോർട്ട്. സോ മുകളിലായതുകൊണ്ട് അതിന്റെ ഡിഫറൻസ് ബിയും സിയും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് 5 mm ആണ്. സി എന്ന സപ്പോർട്ടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ബിയും സിയും തമ്മിലുള്ള ഡിഫറൻസ് ഹൈറ്റ് ഡിഫറൻസ് 5 mm ആണ്. ഇവിടെ ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് സി എന്ന് പറഞ്ഞ സപ്പോർട്ടിന്റെ മുകളിലാണ്. therefore the value is plus 5 mm. ഓക്കെ, 5 mm. ഇനി നെക്സ്റ്റ് നമുക്ക് ഡി എന്ന് പറഞ്ഞ സപ്പോർട്ട് എടുക്കാം. ഡി എന്ന് പറഞ്ഞ സപ്പോർട്ട് എടുക്കുകയാണെങ്കിലും ഡിയും സിയും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് 5 mm ആണ്. ആൻഡ് ഇവിടെയും ഡി എന്ന് പറഞ്ഞ സപ്പോർട്ട് സി എന്ന് പറഞ്ഞ സപ്പോർട്ടിന്റെ മുകളിലാണ്. സോ ഇവിടത്തെ വാല്യൂ പ്ലസ് 5 mm ആണ്. ദാറ്റ് ഈസ് എച്ച് ബിയുടെ വാല്യൂ പ്ലസ് 5 mm ആൻഡ് എച്ച് ഡിയുടെ വാല്യൂ പ്ലസ് 5 mm. എച്ച് ഡി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ സപ്പോർട്ട് ഡി വിത്ത് റെസ്പെക്ട് ടു സി. എച്ച് ബി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ സപ്പോർട്ട് ബി വിത്ത് റെസ്പെക്ട് ടു സപ്പോർട്ട് സി. സോ നമ്മുടെ എച്ച് ബിയുടെയും എച്ച് ഡിയുടെയും വാല്യൂ പ്ലസ് 5 mm. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6 ഇൻറ്റു 15 ഇൻറ്റു 10⁻³ 15 ഇൻറ്റു 10⁶ ഇൻറ്റു പ്ലസ് 5 mm. സോ ദാറ്റ് ഈസ് 5 ഇൻറ്റു 10⁻³ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. L2 6 പ്ലസ് 6 ഇൻറ്റു 15 ഇൻറ്റു 10⁶ ഇൻറ്റു 5 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ സ്പാന് 3. നമുക്കിതെല്ലാം നേരത്തെ പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 3mb/i പ്ലസ് 12mc/i is equal to. So to calculate we get 3mb/i plus 12mc/i is equal to this term minus 405/i and this term minus 135/i plus in നമ്മുടെ സെറ്റിൽമെന്റിന്റെ ടേംസ് that is plus 75,000 and plus 150000. സോ ഇതിനകത്ത് നമുക്ക് നോക്കിയറിയാം ഐന്റെ ടേംസ് ഉണ്ട്. സോ ഐ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ all terms by I, that is 3mb plus 12mc is equal to minus 405 minus 135 plus 75,000 plus 150,000 225,000 into I. So again I ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ minus 540 plus so plus 225,000 so minus 540 plus 225,000 into value of 5 into 10⁻³ that is minus 540 plus 1125. So we get 3mb plus 12mc is equal to plus 585. 3mb plus 12mc is equal to 584. So this is our second equation. By solving these two equation 1 and 2,
we get the value of MB and MC. So by solving equations 1 and 2, we get MB is equal to minus 100.11 kilonewton meter and MC is equal to 73.77 kilonewton meter. So this is our value of MB and MC, and MA is equal to 0 and MD is equal to 0.